Hi all, welcome back to Veranda Race Malayalam YouTube channel. ഇന്നത്തേത് നമ്മുടെ 40th സെഷൻ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSC CGL Tier 1 എക്സാമിനേഷൻ 2024 ഒരു ദിവസം നടന്നിട്ടുള്ള 3 ഷിഫ്റ്റുകളിലുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഇന്നലെ ലൈവ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, 25 ക്വസ്റ്റ്യൻസ് അല്ലേ എന്നുള്ളത്. യെസ്, നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് പോയി, അതിൽ കോംപ്രിഹെൻഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോംപ്രിഹെൻഷൻ ആവുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും അത് സോൾവ് ചെയ്യാനായിട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കോംപ്രിഹെൻഷൻ ഇല്ലാത്ത സെഷൻസിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തേത് 23 സെപ്റ്റംബർ 2024 3 ഷിഫ്റ്റുകളിലുമായി നടന്നിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ to substitute the underlined segment in the given sentence. The food intolerance industry has grown dramatically in the previous decade, chiefly because of a boost in celiac and Crohn's disease cases, as well as increasing awareness among health conscious clients. അപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഞാൻ മുഴുവനായി വായിച്ചു. ഇതിലെ അണ്ടർലൈൻഡ് പാർട്ട് because of a boost, chiefly because of a boost, ഈ പാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓപ്ഷൻ നമ്പർ 1, pretty much entirely because of a boil down. ഇതിലെ boil down എന്നുള്ള ഫ്രേസ് എല്ലാവർക്കും ഫെമിലിയർ ആവണമെന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് മീനിങ് is given, means to become reduced. ബോയിൽ ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറ്ററൽ സെൻസിലല്ല, റിഡ്യൂസ്ഡ് ആവുക എന്ന ആ ഒരു മീനിങ് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കോണ്ടെക്ച്വലി ബിക്കോസ് ഓഫ് എ സ്പാർക്ക് എന്നതാണ്, അതായത് ഒരു സ്പാർക്ക് കൊണ്ട് എന്നുള്ള സെൻസിൽ. മൂന്നാമത്തേത് ഓവിങ് പ്രൈമറിലി ടു എ റൈസ്, അതായത് ഒരു കാര്യത്തിൻ്റെ പ്രൈമറി റീസൺ ആയിട്ട് അതെന്തായി വരികയാണ്, കൂടി വരിക. റൈസ് എന്നുള്ളൊരു അവസ്ഥ ഒരു കാര്യത്തിൻ്റെ പ്രൈമറി റീസൺ ആയിട്ട് വരിക. ഫോർത്ത്, കാഷ്വലി ഡ്യൂ ടു എ ഗ്രോത്ത്, അതായത് വളർച്ച കാരണം എന്നർത്ഥമാണ്. അപ്പം ഇതിലെ 4 ഓപ്ഷനും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മീനിങ്, കോണ്ടെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദ ഫുഡ് ഇൻടോളറൻസ് ഇൻഡസ്ട്രി, അതൊരു ഇൻഡസ്ട്രി എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റഡി എന്ന സെൻസിലൊക്കെയാണ്. അതായത് ഫുഡ് ഇൻടോളറൻസ് എന്നുള്ള ആ ഒരു അവസ്ഥ ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പം അത് വളർന്നു വരുന്നു, അല്ലെങ്കിൽ ഡ്രമാറ്റിക്കലായിട്ട് ആ ഒരു ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ റൈസ് ഉണ്ടാവുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീഫ്ലി ബിക്കോസ് ഓഫ് എ ബൂസ്റ്റ് ഇൻ സീലിയക് ആൻഡ് ക്രോൺസ് ഡിസീസ് കേസസ്. ഈ പറയുന്ന സീലിയക് ആൻഡ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നതൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ്. അപ്പോൾ അതിൽ ബൂസ്റ്റ് ഉണ്ടായതാണ്, അതായത് ഇത്തരം അസുഖങ്ങളിൽ ഒരു കൂടുതലായിട്ട് വരുന്ന അവസ്ഥ, കൂടുതൽ ആളുകൾ അത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അവിടെ ചീഫ്ലി ബിക്കോസ് ഓഫ് എ ബൂസ്റ്റ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ആസ് വെൽ ആസ് ഇൻക്രീസിങ് അവെയർനെസ് എമംഗ് ഹെൽത്ത് കോൺഷ്യസ് ക്ലയൻസ്. ഇപ്പോൾ ഈ ഫുഡ് ഇൻടോളറൻസ് എന്നുള്ള ഒരു മാറ്ററിനെ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിട്ടും ഒരു ഏരിയ ഓഫ് ഡിസ്കഷൻ ആയിട്ടും ഒക്കെ കൂടുതലായി വരാനുള്ള ഒരു കാര്യം സീലിയക് ആൻഡ് ക്രോൺസ് ഡിസീസ് കേസസ് വരുന്നത് കൊണ്ടും പിന്നെ ആളുകൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് കൊണ്ടുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ചീഫ്ലി ബിക്കോസ് ഓഫ് എ ബൂസ്റ്റ് എന്നതിന് അതേ അർത്ഥം വരുന്ന ഒരു ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3 അല്ലേ? സോറി,
ഓപ്ഷൻ നമ്പർ 3 ഏതാണ്? ഓവിങ് പ്രൈമറിലി ടു എ റൈസ്. അവിടെ ബൂസ്റ്റ് എന്നുള്ള വേർഡ് ഉണ്ട്. പിന്നെ ചീഫ്ലി ബിക്കോസ് ഓഫ് എ ബൂസ്റ്റ്, അങ്ങനെയാണ് ആ ഒരു ഫ്രേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് അസുഖങ്ങൾ കൂടി വരുന്നതും അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയി ആളുകൾ മാറുന്നതുമാണ് ഫുഡ് ഇൻടോളറൻസ് ഇൻഡസ്ട്രി എന്നത് ഡ്രമാറ്റിക്കലി അത് വളർന്നു വരാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ കാരണം എന്ന് പറയാം. ഓക്കെ, ഇതിലെ മറ്റ് ഓപ്ഷൻസ് pretty much entirely because of a boil down എന്നത് chiefly because of a boost എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നില്ല. കോണ്ടെക്ച്വലി ബിക്കോസ് ഓഫ് എ സ്പാർക്ക്, അത് കോണ്ടെക്ച്വൽ എന്ന കണക്ഷൻ ആണ് വരുന്നത്. അവിടെ കോണ്ടെക്ച്വൽ സ്പാർക്ക് എന്നതല്ല സജസ്റ്റ് ചെയ്യുന്ന ഐഡിയ. കാഷ്വലി ഡ്യൂ ടു എ ഗ്രോത്ത് എന്നതുമല്ല. പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാരണം ഒരു വളർച്ചയാണ്, ഒരു റൈസ് ആണ്. ആ ഒരു കാര്യമാണ് ആ ഫ്രേസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഓപ്ഷൻ നമ്പർ 3 കറക്റ്റ് ഓപ്ഷൻ ആയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. Select the most appropriate synonym of the word in bold. The city has immense coal piers. Coal piers എന്നുള്ളതിലെ മുൻപ് ഇമ്മൻസ് എന്ന വേർഡ് ഉണ്ട്, അതാണ് ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സിനോണിം ആണ് വേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഡിമിന്യൂട്ടീവ്, വിച്ച് മീൻസ് വൺ ദാറ്റ് ഈസ് നോട്ടബ്ലി സ്മോൾ, വളരെ ചെറുതായത്, അത്രയും ചെറുതായതിനെയാണ് ഡിമിന്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ട്രിഫ്ലിംഗ്. ട്രിഫ്ലിംഗ് മീൻസ് ഇൻസിഗ്നിഫിക്കൻറ്റ് നോമിനൽ, അതായത് സില്ലി ആയത്, സിഗ്നിഫിക്കൻസ് ഇല്ലാത്തത്, ഒരു നോമിനൽ ലെവലിൽ മാത്രം കാണാവുന്നത്. നോമിനൽ എന്നുള്ള വേർഡ് നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ്, സെറ്റ്, ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് സിനോണിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓപ്ഷൻ നമ്പർ 1 എന്തായാലും അല്ല എന്നത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. കാര്യം സ്മോൾ എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. ഇമ്മൻസ് എന്ന് പറയുമ്പോൾ സൈസ്, എമൗണ്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓർ ഡിഗ്രി ഓഫ് സംതിങ്, അതിലുള്ള ആ ഒരു വലിയ കണ്ടീഷനെ, അതായത് ലാർജസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് കണ്ടീഷനെയാണ് ഇമ്മൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ തന്നിരിക്കുന്നതിലെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക? ഓപ്ഷൻ നമ്പർ 2 ട്രിഫ്ലിംഗ്. ട്രിഫ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതാണ്. സോ ആ ഓപ്ഷനും എടുക്കാൻ പറ്റില്ല. ഓപ്ഷൻ നമ്പർ 3യിലുള്ള വേർഡ് ഹ്യൂജ്. ഹ്യൂജ് കറക്റ്റ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇമ്മൻസ് എന്നുള്ള വേർഡിനെ, അതായത് സൈസ്, എമൗണ്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡിഗ്രി, അതിലുള്ള ഒരു വലുതായിരിക്കുന്ന അവസ്ഥയെ, നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ ഒക്കെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇമ്മൻസ് എന്നുള്ളത്. അതിൻ്റെ സിനോണിമായിട്ട് നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് എടുക്കാവുന്നത് ഹ്യൂജ് എന്നതാണ്. സെറ്റ് എന്നുള്ള ഓപ്ഷനും ഈ ഇമ്മൻസ് എന്നുള്ള വേർഡിൻ്റെ സിനോണിമായി കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. Given below are 4 jumbled sentences. Select the option that gives their correct logical sequence. A, B, C, D 4 statements are given. അപ്പം ഇതിനെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തോളൂ. ഇതിലെ ഫസ്റ്റ് A, these are responsible for producing the major fuel used across the globe. അങ്ങനെയാണ്. അതെന്തായാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കാൻ സ്യൂട്ടബിൾ അല്ല. കാര്യം അതിനു മുൻപ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ വരേണ്ടതുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒബ്വിയസ് ആയിരിക്കും. ഇനി ബി നോക്കാം. ദ കൺട്രി ഹാസ് 100 മേജർ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്സ്. അപ്പൊ അവിടെ ഒരു കൺട്രിയാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ദ കൺട്രി എന്നതുകൊണ്ട്. അപ്പൊ അതിനു മുൻപ് ആ കൺട്രി ഏതാണെന്ന് വരണം. അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആ സ്റ്റേറ്റ്മെന്റിന് മുൻപ് വരുന്നത്.
അപ്പൊ നമുക്ക് ബിയും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കാൻ പറ്റില്ല. സി, ദ ഇക്കോണമി ഓഫ് സൗദി അറേബ്യ ഇസ് ബേസ്ഡ് ഓൺ പെട്രോളിയം. ഓക്കെ, അത് ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആക്കാൻ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കിയതിന് ശേഷം സി എ ഫസ്റ്റ് ആക്കാമോ എന്ന് ഫിക്സ് ചെയ്യാം അല്ലെ. ഫോർത്ത് എന്താ? ദ ചീഫ് ഓയിൽ ഫീൽഡ് ഈസ് ഖവർ ഫീൽഡ് ഹാവിംഗ് an estimated 70 billion റിസർവ് റിസോഴ്സ്. അപ്പൊ ഇവിടെ ഒരു ചീഫ് ഓയിൽ ഫീൽഡിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അതിനു മുൻപും മറ്റേതോ ഒരു സ്റ്റേറ്റ്മെന്റ് വരേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ. ഓക്കെ, ഓയിൽ ഫീൽഡുകളെ കുറിച്ച് പറഞ്ഞ ശേഷം വരേണ്ടുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്. ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾ 2 or 3 തവണ വായിച്ചു കഴിഞ്ഞിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കാവുന്നത് ഏതാണ്? സി ആണ്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സി ബി എ ഡി. അത് പ്രകാരം ബി ആണ്. ബി ഓക്കെ ആണോ നോക്കാം. ദ കൺട്രി ഹാസ് 100 മേജർ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്സ്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സൗദി അറേബ്യയുടെ ഇക്കോണമി എന്ന് പറയുന്നത് പെട്രോളിയത്തെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ആ രാജ്യത്തെയാണ് ദ കൺട്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബിയില് 100 മേജർ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഫിറ്റ്സ് ടു ബി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി ആ ഓപ്ഷൻ അനുസരിച്ച് എ ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. അതെന്താണ്? These are responsible for producing the major fuel used across the globe. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്സിനെ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇവയിൽ നിന്നുമാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്നതിലെ മേജർ പോർഷൻ ഓഫ് ഫ്യൂവലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ് തേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എ. ഇനി ഇതിന്റെ ഫൈനൽ ഡി ആണ്. The chief oil field is Ghawar field having an estimated 70 billion reserve resource. അപ്പോൾ ഈ ഗ്യാസ് ഫീൽഡ്സ് അല്ലെങ്കിൽ ഓയിൽ ഫീൽഡ്സില് പ്രധാനമായത് ഏതാണെന്നത് മെൻഷൻ ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് ഡിയില്. അപ്പോൾ ഈ ഉള്ളതിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആയി എടുക്കാവുന്നത് അതാണ്. സോ ഇപ്പോ കറക്റ്റ് അറേഞ്ച്മെന്റ് ക്ലിയർ ആയല്ലോ. സി ബി എ ഡി ആണ് കറക്റ്റ് അറേഞ്ച്മെന്റ്. Question number 4. Select the most appropriate synonym of the given word brittle. Brittle means something that is easily broken, overthrown or damaged or sensitive. ഇത് മുൻപൊരു ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ്. അതായത് വീക്കായിരിക്കുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ ഡാമേജ് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനെയൊക്കെയാണ് ബ്രിറ്റിൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിനോണിം ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ 1 ഫെർട്ടീവ്. ഫെർട്ടീവ് മീൻസ് ഡൺ ഇൻ എ ക്വയറ്റ് ആൻഡ് സീക്രട്ട് വേ ടു അവോയ്ഡ് ബീയിങ് നോട്ടിസ്ഡ്. ഒരു കാര്യം മറ്റുള്ളവരെ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സീക്രട്ടായി ചെയ്യുക. രണ്ടാമത്തേത് ഫേറ്റൽ. ഫേറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്, ഫെമിലിയർ ആയിരിക്കും. ഡെത്ത് എന്നുള്ള കണക്ഷൻ ഉണ്ട്. ഫേറ്റൽ ആയതെന്ന് പറയുമ്പോൾ നമ്മൾ വിധിവശാലുള്ളത് ആ ഒരു രീതിയിലും പറയാറുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഫ്രജൈൽ. ഫ്രജൈൽ മീൻസ് നിങ്ങൾ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡുമായി ബന്ധപ്പെടുത്താവുന്നതാണോ അല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഒന്ന് സെർച്ച് ചെയ്യണം. ഫ്രജൈൽ എന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്നത്, ഡാമേജ് ചെയ്യാൻ പറ്റുന്നത്, വീക്ക് ആയത്, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. ഫിക്കിൾ മീൻസ് ചേഞ്ചബിൾ, ഇൻകൺസിസ്റ്റന്റ്, അൺസ്റ്റഡി, ഫ്ലക്ച്വേറ്റിംഗ്. അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്, കൺസിസ്റ്റന്റ് അല്ലാത്തത്, സ്റ്റേബിൾ അല്ലാത്തത്, ഓക്കെ, സ്റ്റഡി അല്ലാത്തത്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ അർത്ഥങ്ങളൊക്കെയാണ് ഫിക്കിൾ എന്നുള്ള വേർഡിന് ഉള്ളത്. ഇപ്പോൾ 4 ഓപ്ഷൻസും ഞാനൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിക്കാണും. ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ നമ്പർ 3 അല്ലേ?
fragile. Fragile can be taken as the synonym of the given word brittle. Question number 5. Select the most appropriate synonym of the given word. Adequate. Adequate means satisfactory. Adequate ആയിട്ടിരിക്കുക ആ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്, ആവശ്യത്തിനുള്ളതൊക്കെ ഉള്ള അവസ്ഥയാണ്. ഓക്കെ, അതിൻ്റെ സിനോണിമായി എടുക്കാവുന്നത് ഓപ്ഷൻ നമ്പർ 1 ഹിഡൻ എന്നതാണ്. അതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം. ഓപ്ഷൻ 2 സഫിഷ്യന്റ് എന്നതാണ്. ഓപ്ഷൻ 3 റീകൺസൈൽ എന്നതാണ്. റീകൺസൈൽ മീൻസ് സെറ്റിൽ, റിസോൾവ്, ഹാർമോണൈസ്. അതായത് ഒരു കാര്യത്തെ നമ്മൾ സോൾവ് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, ഒരു ഹാർമോണിയസ് ലെവലിൽ കൊണ്ടുപോവുക. ഇവാലുവേറ്റ് എന്ന ഓപ്ഷൻ ക്വൈറ്റ് ഫെമിലിയർ ആണ്. അപ്പൊ ഇനി നിങ്ങൾക്കിതിൻ്റെ സിനോണിമിലേക്ക് എത്താൻ പറ്റും. ഇതിനോടകം തന്നെ എത്തിയിരിക്കും. ഏതായിരുന്നു? ഓപ്ഷൻ നമ്പർ 2 അല്ലേ? സഫിഷ്യന്റ്. അതായത് ഒരു കാര്യം ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് സഫിഷ്യന്റ് ആയി, ആവശ്യത്തിന് ഉണ്ടാവുക, ഒരു സാറ്റിസ്ഫൈഡ് ലെവൽ അല്ലെങ്കിൽ കണ്ടീഷനിൽ ആയിരിക്കുക, അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയോം അറ്റ് എ ലോ എബ്. ഇത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. എല്ലാവർക്കും പരിചയമുള്ളതാകണമെന്നില്ല. അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഇൻ എ ക്രിട്ടിക്കൽ മൊമെന്റ്, സെക്കൻഡ് ഇൻ എ ഹാപ്പി സ്റ്റേറ്റ്, തേർഡ് ഇൻ ആൻ അൺഎംപ്ലോയിഡ് മോഡ്, ഫോർത്ത് ഇൻ എ ഡിപ്രസ്ഡ് ഓർ വീക്ക് സ്റ്റേറ്റ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് അറ്റ് എ ലോ എബ് വെൻ ഹി ഫെയിൽഡ് ഇൻ വൺ സബ്ജക്ട് ഇൻ ദ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം. അതായത് അവൻ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൽ ഫെയിൽ ആയപ്പോൾ അവൻ ഒരു കണ്ടീഷനിലായിരുന്നു. ആ കണ്ടീഷനാണ് ഞാൻ ആ ഇഡിയോമാറ്റിക് ഫ്രേസ് കൊടുത്തിട്ടുള്ളത്, അറ്റ് എ ലോ എബ്. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്ന് റിലേറ്റ് ചെയ്യാമോ? ഫസ്റ്റ് ഓപ്ഷൻ ഇൻ എ ക്രിട്ടിക്കൽ മൊമെന്റ് എന്നുള്ളതാണ്. ഒരു എക്സാമിൽ ഫെയിൽ ആവുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മൊമെന്റ് തന്നെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആണോ എന്നതൊരു ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫസ്റ്റ് ഓപ്ഷനെ തീരുമാനിച്ചാൽ മതി. സെക്കൻഡ് ഓപ്ഷൻ ഇൻ എ ഹാപ്പി സ്റ്റേറ്റ്, അതെന്തായാലും ആയിരിക്കില്ല എന്നത് ഉറപ്പല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ ഇൻ ആൻ അൺഎംപ്ലോയിഡ് മോഡ്, അതും അല്ല. നാലാമത്തേതോ ഇൻ എ ഡിപ്രസ്ഡ് ഓർ വീക്ക് സ്റ്റേറ്റ്, അതല്ലേ കറക്റ്റ് ആവുക? നിങ്ങൾക്കിതിൻ്റെ ആൻസറായി കിട്ടിയിട്ടുണ്ടാവുക അതായിരിക്കും. അതായത് അറ്റ് എ ലോ എബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വീക്ക് ആയിരിക്കുന്ന അവസ്ഥ. അത് ഫിസിക്കലി വീക്ക്, മെന്റലി വീക്ക് എന്നതാവാം, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് കണ്ടീഷൻ ആകാം. ഓക്കെ, അപ്പോൾ ഈ ഇഡിയോമാറ്റിക് ഫ്രേസ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കളക്ഷനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. The teenager delivered the speech. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓപ്ഷൻസ് ഉണ്ട്. The speech has been delivered by the teenager. The speech was delivered by the teenager. The speech was being delivered by the teenager. The speech is delivered by the teenager. ഇവിടെ the teenager എന്നതാണ് സബ്ജക്റ്റ്. verb delivered അതിന്റെ V2 ഫോമിലാണ് കാണുന്നത്. ദാറ്റ് മീൻസ് the verb is in simple past tense. കാര്യം ഇവിടെ മറ്റ് ഓക്സിലിയറീസോ ഒന്നും തന്നെ ഇല്ല. ആക്റ്റീവ് വോയിസിലാണ് സെന്റൻസ്. ദ സ്പീച്ച് എന്നത് ഇതിലെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദ സ്പീച്ച് എന്നതിൽ വേണം സെന്റൻസ് തുടങ്ങാൻ. അങ്ങനെ തന്നെയാണ് എല്ലാ ഓപ്ഷൻസിലും ഉള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത് വേർബാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് തന്നെ ദ സ്പീച്ച് എന്നതിൽ തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് വാസ് എന്നുള്ള ഓക്സിലിയറി ആയിരിക്കും വരിക. ഡെലിവേർഡ് എന്നുള്ള വേർബ്
അതിൻ്റെ V3 ഫോമിൽ വരും. ഇനി ഡെലിവേർഡ് എന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസിലാക്കുന്നത് കൊണ്ട് ബൈ എന്ന പ്രിപ്പോസിഷൻ വരും. ബൈ കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ദ ടീനേജർ എന്നതാണ് വരിക. ഇപ്പൊ എങ്ങനെയാ വന്നത്? ദ സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ ദ ടീനേജർ. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഇതിനോടകം കിട്ടിയിരിക്കും. ഓപ്ഷൻ നമ്പർ 2 is the right answer. Next, select the most appropriate option that can substitute the underlined segment in the given sentence. This book giving us much information about our freedom fighters who lost their lives while serving our motherland. ഇതിലെ വേർബിന്റെ ഭാഗം അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദിസ് ബുക്ക് ഗിവിംഗ് അസ് മച്ച് ഇൻഫോർമേഷൻ. അപ്പൊ ആ ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വേർബിന്റെ ഭാഗം മാത്രമല്ല, അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അണ്ടർലൈൻഡ് സെഗ്മെന്റിനെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെയോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെയോ ഭാഗങ്ങളെ ഓരോ ഓപ്ഷനിലും അവർ മാറ്റിയിട്ടില്ല. ആകെ മാറ്റം ഉള്ളത് ഓപ്ഷൻസില് വേർബിന്റെ ഭാഗത്തിനാണ്, അല്ലേ? നോക്കൂ, ഗിവ് അസ്, ഗിവ് അസ് എന്നത് തന്നെ 2 ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഗിവ് അസ് മച്ച് ഇൻഫോർമേഷൻ എന്നതാണ് ഫസ്റ്റ്, ഗിവ് അസ് മെനി ഇൻഫോർമേഷൻ എന്നതാണ് സെക്കൻഡ്, ഗിവ്സ് അസ് മച്ച് ഇൻഫോർമേഷൻ എന്നതാണ് തേർഡ്, ഗിവ്സ് അസ് മെനി ഇൻഫോർമേഷൻ എന്നതാണ് ഫോർത്ത്. അപ്പോ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം ഗിവിംഗ് അസ് എന്നുള്ള ഭാഗം, ഗിവിംഗ് എന്ന വേർബ് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഗിവിംഗ് എന്ന് യൂസ് ചെയ്യണമെങ്കിൽ അത് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ടെൻസിന് മുൻപ് ഓക്സിലിയറി സപ്പോർട്ട് വേണം. അതായത് പ്രസന്റ് കണ്ടിന്യൂസിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓക്സിലിയറി. ഇപ്പൊ ഇവിടെ ദിസ് ബുക്ക്, ഈ പുസ്തകം നമുക്ക് വളരെയേറെ ഇൻഫർമേഷൻ തരുന്നു. എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നാണ് സെന്റൻസിന്റെ ബാക്കി ഭാഗത്തുള്ളത്. അപ്പോ ഇൻഫർമേഷൻ തരുന്നു എന്നത് ജസ്റ്റ് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ പോരെ, അവിടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആവശ്യമില്ല. അപ്പോ അതുകൊണ്ടാണ് ഓപ്ഷൻസില് അവരെവിടെയും പ്രസന്റ് കണ്ടിന്യൂസിന് വേണ്ട ഒരു ഓക്സിലിയറി ചേർക്കാത്തത്. ഇനി സബ്ജക്റ്റ് അവിടെ നോക്കിയാൽ ദിസ് ബുക്ക് എന്നതാണ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഗിവ്സ് എന്ന് വേണ്ടി വരും, അല്ലെ? ഗിവ്സ് അസ് എന്നാണ് വരിക. അങ്ങനെ നോക്കുമ്പോൾ 2 ഓപ്ഷൻസിലും ഗിവ്സ് അസ് എന്നുണ്ട്. ഓപ്ഷൻ 3യിലും ഓപ്ഷൻ 4യിലും. ഓപ്ഷൻ 3 ഗിവ്സ് അസ് മച്ച് ഇൻഫോർമേഷൻ എന്നതാണ്. ഓപ്ഷൻ 4 ഗിവ്സ് അസ് മെനി ഇൻഫോർമേഷൻ എന്നതാണ്. ഓക്കെ, ഈ മച്ച് എന്നത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കൂടെ, ഇപ്പൊ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അതായത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. അപ്പോ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒന്നാണ് ഈ മച്ച് എന്നുള്ള വേർഡ്. ഓക്കെ, അതേസമയം മെനി എന്നത് നമ്മൾ കൗണ്ടബിൾ ആയതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഇവിടെ ഒരു അഡ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻ ആണ് ഈ മച്ച് എന്നുള്ള വേർഡും മെനി എന്നുള്ള വേർഡും ആ ഓപ്ഷൻസിൽ ചെയ്യുന്നത്. അതായത് ഇൻഫർമേഷനെ അത് മോഡിഫൈ ചെയ്യുന്നു, എത്രമാത്രം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മച്ച് ഇൻഫർമേഷൻ എന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ആയിട്ട് മച്ച് എന്ന് യൂസ് ചെയ്യാം. കൗണ്ടബിൾ ആണെങ്കിൽ, ഇപ്പൊ ലൈക്ക് മെനി ഇയേഴ്സ് എന്നാണെങ്കിൽ അവിടെ ഇയേഴ്സ് എന്നതിൻ്റെ മോഡിഫയർ ആയിട്ട് മെനി എന്നുള്ള വേർഡ് വരാം. കാര്യം ഇയേഴ്സ് എന്നുള്ളത് എന്താണ്? കൗണ്ടബിൾ ആണ്. അപ്പോ ഇവിടെ ഏതാണ് ഓപ്ഷൻ ശരിയാവുക? ഗിവ്സ് അസ് മച്ച് ഇൻഫർമേഷൻ എന്നതാണ്. ഇപ്പൊ ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തിക്കാണും. മെനി ഇൻഫർമേഷൻ എന്നത് ശരിയാവാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഐ ഷാൽ റെസ്പോണ്ട് അക്കോർഡിംഗ്ലി.
Question number 9. Select the most appropriate antonym of the given word purify. Purify means നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണത്. നമ്മൾ വൃത്തിയാക്കുക, പ്യൂരിഫൈ ചെയ്യുക, അതായത് ക്ലീൻ ആക്കുക, ഒരു അശുദ്ധമായതിനെയൊക്കെ മാറ്റി ശുദ്ധീകരിക്കുക എന്നതാണ്. ചാൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ, ഇൻവൈറ്റ് സെക്കൻഡ് ഓപ്ഷൻ, പൊല്യൂട്ട് തേർഡ് ഓപ്ഷൻ, വാഷ് ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ഈസി ആയിട്ട് അതിൻ്റെ ആന്റോണിമിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ചാൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഒരു മെലോഡിയസ് ആയ ലെവലിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഈ നാമജപം അതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറയാവുന്ന ആ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ചാൻറ്റിങ്. ഓക്കെ, ചാൽ സൗണ്ട് അല്ലെങ്കിൽ വേർഡ്സിനെ നമ്മൾ മെലോഡിയസ് ആയിട്ടോ ഒരേ ടോണിൽ റിപ്പീറ്റ് ചെയ്തോ പ്രസന്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, അതാണ് ചാൻറ്റിങ്. ഇൻവൈറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പൊല്യൂട്ട് ഫെമിലിയർ ആണ്, വാഷ് ഫെമിലിയർ ആണ്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? പ്യൂരിഫൈ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാവുന്നത് ഓപ്ഷൻ നമ്പർ 3 അല്ലേ? ദാറ്റ് ഈസ് പൊല്യൂട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വെരാന്ത റൈസ് നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ്. ഗവൺമെന്റ് ജോബ്സ് ലക്ഷ്യമാക്കുന്ന ഗവൺമെന്റ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഡേറ്റ് June 14, സാറ്റർഡേ, ടൈം 10 AM to 12 PM, വെന്യൂ കൊച്ചി പാലാരിവട്ടം ജംഗ്ഷനിലുള്ള റേസിൻ്റെ ക്യാമ്പസ് ആണ്. എൻട്രി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉപയോഗിക്കാം. നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 7994574900. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. Next, parts of a sentence are given below in jumbled order. Arrange the parts in the correct order to form a meaningful sentence. ഇതിലെ ഫസ്റ്റ് പാർട്ട് പി ഓൾവേസ് ഫേവേഴ്സ് എന്നുള്ളതാണ്. അതെന്തായാലും ഫസ്റ്റ് പാർട്ട് ആവില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് PQRS, അതെന്തായാലും എടുക്കാൻ പറ്റില്ല എന്നത് ഉറപ്പിക്കാം. ഓൺലി ദ, അതും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അതായത് ക്യൂവിൽ തുടങ്ങുന്ന ഓപ്ഷൻ ഇല്ല. ആറിൽ തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട് RPQS. ഫോർച്യൂൺ ഓൾവേസ് ഫേവേഴ്സ് ഓൺലി ദ ബോൾഡ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാര്യം ഇതിൻ്റെ പാർട്സ് വളരെ ചെറുതാണ്, കൺഫ്യൂസിങ് അല്ല. സോ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വന്നത്? RPQS അല്ലേ? SQPR ബോൾഡ് ഓൺലി ദ, അങ്ങനെയാണ് പോവുക. അവിടെ പാർട്സ് മാച്ചിങ് അല്ല. SRQP ബോൾഡ് ഫോർച്യൂൺ, അവിടെയും പാർട്സ് മിസ്മാച്ച് ആണ്. സോ RPQS ആണ് ഇതിൻ്റെ കറക്റ്റ് അറേഞ്ച്മെന്റ് അല്ലേ? അതായത് ഫോർച്യൂൺ ഓൾവേസ് ഫേവേഴ്സ് ഓൺലി ദ ബോൾഡ്. കറക്റ്റ്. അടുത്തത് പാർട്സിനെ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനെ 5 പാർട്സ് ആണുള്ളത്. ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കൂ. വോണ്ട് എന്നതാണ് ഫസ്റ്റ് പാർട്ട്. അതിൽ തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കത് കറക്റ്റ് അല്ല എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി 6ൽ തുടങ്ങുന്ന ഓപ്ഷൻ ടു വാച്ച് എന്നതാണ്. ടു വാച്ച് ദ want, sorry, to watch the movie tonight, അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ മറ്റ് പാർട്സ് കൂടെ വരുമ്പോൾ മിസ്മാച്ച് മനസ്സിലാവും. ഇനി OSQPR, ഏതാണ്? എഗെയിൻ want എന്നതിലാണ് അത് തുടങ്ങുന്നത്. നമ്മൾ ആദ്യമേ അത് നോക്കിയിരുന്നു, മാച്ച് അല്ല. ഇനി ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ക്യൂവിൽ തുടങ്ങുന്നത് Do you want to watch
the movie tonight? It's a question. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ്റെ തുടക്കമാണ് do you എന്നത്. That is part number 1. Do you want? Part number 2, to watch the movie tonight. ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. സോ നിങ്ങളിപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ. എങ്ങനെയായിരുന്നു? QORSP അല്ലേ? QORSP അനുസരിച്ചിട്ടാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ്, select the most appropriate meaning of the given idiom break the ice. break the ice നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കത് സെർച്ച് ചെയ്ത് നോക്കാം. ഓപ്ഷൻ നമ്പർ 1 നെർവസ്നെസ് ബിഫോർ എ പെർഫോമൻസ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ് എസ്പെഷ്യലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മീറ്റിംഗ് പാർട്ടി. അതായത് ഒരു മീറ്റിംഗ് പാർട്ടി അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ആളുകളെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി, കൂൾ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്തോ അല്ലെങ്കിൽ പറയുന്നത് എന്തോ അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ റെസ്പെക്ട് ഫോർ സംവൺസ് അച്ചീവ്മെന്റ്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തേത് ഇൽ ഫീലിംഗ് ക്യാരിഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതായത് കുറച്ച് കാലമായിട്ട്, ഒരു പീരിയഡ് ഓഫ് ടൈം ആയിട്ട് ഒരാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ഇൽ ഫീലിംഗ്, നോട്ട് ഫീലിംഗ് വെൽ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷനിലേക്ക് ഇപ്പോൾ കൂടുതൽ പേര് എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2 അല്ലേ? യെസ്, ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് പാർട്ടി അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക് പോലെയുള്ളതാണ്. അതിപ്പോൾ വെർബൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ദ ക്വസ്റ്റ്യൻ 4 alternatives are given for the underlined word in the sentence. Choose the alternative which best expresses the opposite meaning of the word. It was as if the newer hybrids had an insatiable appetite for chemicals. Here the word insatiable is underlined. ഞാൻ ബ്രാക്കറ്റിൽ എപ്പിറ്റൈറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആ വേർഡ് ഫെമിലിയർ അല്ലാത്തവർക്ക് കണക്ട് ചെയ്യാം. എപ്പിറ്റൈറ്റ് മീൻസ് എനി ഓഫ് ദി ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസയേഴ്സ് നെസസറി ടു കീപ്പ് അപ്പ് ഓർഗാനിക് ലൈഫ്. അതായത് നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസയേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസയേഴ്സ് ഉണ്ട്. അതിൽ ബേസിക്കായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെയാണ് എടുത്തു പറയുന്നത്. ഭക്ഷണം, വായു, വെള്ളം, അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അതിനെയൊക്കെ ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസയർ എന്ന് പറയും. ഇതിനെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റീവ് ഡിസയേഴ്സിനെ സൂചിപ്പിച്ചുകൊണ്ടും എസ്പെഷ്യലി ഹങ്കർ, തേഴ്സ്റ്റ് ഓർ ഏർജ് ഫോർ സംതിങ് ദാറ്റ് ഈസ് നെസസറി, ആ സെൻസിലാണ് എപ്പിറ്റൈറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇൻസേഷ്യബിൾ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ എടുക്കാവുന്ന വേർഡാണ് അല്ലേ? അപ്പം നിങ്ങളിപ്പോൾ അതിൻ്റെ ഓപ്ഷനിൽ എത്തിക്കാണും. ഇൻസേഷ്യബിൾ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കണക്ട് ചെയ്യാത്തവർ ഓപ്ഷൻ നമ്പർ 4 അല്ലേ? സാറ്റിസ്ഫയബിൾ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിലെ ഓപ്ഷൻ നമ്പർ 1 കേർബ്ഡ്, ആ വേർഡ് എല്ലാവർക്കും ഫെമിലിയർ ആവണമെന്നില്ല, ശ്രദ്ധിക്കണം. റെസ്ട്രിക്റ്റഡ്, കൺട്രോൾഡ്, റെഗുലേറ്റഡ്, അതായത് നിയന്ത്രിക്കപ്പെടുന്നത്, റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, അതൊക്കെയാണ് കേർബ്ഡ് എന്നുള്ള വേർഡിൻ്റെ വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ്. നൗൺ ആയിട്ട് വരുമ്പോൾ കേർബ് എന്നുള്ളതിന് മറ്റു മീനിങ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്,
Select the option that can be used as a one-word substitute for the given group of words. A thing that can be easily carried by hands. ഇത് നിങ്ങൾക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നമ്പർ 1 import, 2 portable, 3 portable. Portable means a liquid that is suitable for drinking. നമുക്ക് കുടിക്കാൻ പറ്റുന്നത്, ലിക്വിഡ് ഫോമിലുള്ള ഒന്നിനെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതായിട്ടുള്ളത്, അതിനെയാണ് പോർട്ടബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കണം, ആ രണ്ട് വേർഡ്സും ഒരു ലെറ്ററിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓപ്ഷൻ 4 എക്സ്പോർട്ട്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാ? ഓപ്ഷൻ നമ്പർ 2 അല്ലേ? പോർട്ടബിൾ. പോർട്ടബിൾ മീൻസ് എ തിങ് ദാറ്റ് ക്യാൻ ബി ക്യാരീഡ് ഈസിലി ബൈ ഹാൻഡ്സ്. അതായത് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്, കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്, നമുക്ക് കൈവശം വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതാണ്. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ ഗിവൻ വേർഡ് lethargic. Lethargic means lazy or lack of energy, feeling sleepy or dull. ഇതൊക്കെയാണ്. ഇനി ഓപ്ഷൻസ് നോക്കാം. നമ്പർ 1 ആക്റ്റീവ്, നമ്പർ 2 ആംഗ്രി, നമ്പർ 3 ലാംഗ്വിഡ്. ലാംഗ്വിഡ് എല്ലാവർക്കും ഫെമിലിയർ ആവില്ല, അതിന്റെ മീനിങ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വീക്ക്, എക്സ്ഹോസ്റ്റഡ്, ലാക്കിംഗ് ഫോഴ്സ് ഓർ ക്വിക്നെസ് ഓഫ് മൂവ്മെന്റ്. അതായത് നമ്മൾ വീക്കായിരിക്കുന്ന അവസ്ഥ, എനർജി ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഒരു ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുക, ഒരു ഫോഴ്സ്, എനർജി അതൊക്കെ കുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. മോഡറേറ്റ്, ആ വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇപ്പം നമുക്ക് വേണ്ടത് ലെഥാർജിക് എന്നുള്ളതിന്റെ ആന്റോണിം ആണ്. അതിന്റെ മീനിങ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷനും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 1 അല്ലേ? ആക്റ്റീവ് ആയിരിക്കുക എന്നതാണ്. അതായത് ലേസി, ലാക്ക് ഓഫ് എനർജി, സ്ലീപ്പി, ആ ഒരു ഡൾ ഫീലിംഗ്, അതിനൊക്കെ ഓപ്പോസിറ്റ് ആയി നമുക്ക് പറയാവുന്നത് ഏത് തന്നെയാ? ആക്റ്റീവ് എന്നായിരുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെന്റ് ഇൻ ദ ഗിവൻ സെന്റൻസ്. Athens was suffering under the rule of a powerful small group that had no concern for the people's welfare. ഇവിടെ എ പവർഫുൾ സ്മോൾ ഗ്രൂപ്പ് എന്നുള്ള പാർട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ? ഫസ്റ്റ് വൺ, ആൻ ഒലിഗാർക്കി. ഒലിഗാർക്കി എന്നത് എന്താണെന്ന് ഫെമിലിയർ ആവാൻ വഴിയില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മൊണാർക്കി. മൊണാർക്കി എന്നുള്ളത് മുൻപ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേർഡാണ്. അൺഡിവൈഡഡ് റൂൾ ഓർ അബ്സല്യൂട്ട് സവറിനിറ്റി ബൈ എ സിംഗിൾ പേഴ്സൺ. മൊണാർക്ക് എന്ന് പറയുമ്പോൾ ഒരാള് പരമാധികാരിയായി ഇരിക്കുന്നതാണ്. ഓക്കെ, മറ്റൊരു രീതിയിലും അവിടെ അധികാരം എന്ത് ചെയ്യപ്പെടുന്നില്ല? ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല. Missionary is a person undertaking a mission, especially a religious mission. നമ്മൾ മിഷണറീസ് എന്ന് പറയുന്നത് പൊതുവെ റിലീജനുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. മിഷണറി എന്ന് പറയുമ്പോൾ ഒരു മിഷൻ ഏറ്റെടുക്കുന്ന ആള് എന്ന സൂചനയുണ്ട് അതിന്. പ്രത്യേകിച്ച് റിലീജിയസ് മിഷൻ എന്ന രീതിയിലും പറയാറുണ്ട്. ഡെമോക്രസി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണും. മൊണാർക്കി എന്തായാലും അല്ല എന്ന് ഉറപ്പാണ്, കാര്യം അവിടെ ഒരൊറ്റയാളാണ് പരമാധികാരി. മിഷണറി എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞതനുസരിച്ച് എ പവർഫുൾ സ്മോൾ ഗ്രൂപ്പ് എന്നതുമായി ബന്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡെമോക്രസി എന്തായാലും പറ്റില്ല. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ്. അവിടെ ഒരു പവർഫുൾ സ്മോൾ ഗ്രൂപ്പ് എന്നുള്ള അവസ്ഥയല്ല വേണ്ടത്. അപ്പോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ 1 അല്ലേ? ഒലിഗാർക്കി. ഒലിഗാർക്കി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എ ഗവൺമെന്റ് ഇൻ വിച്ച് എ സ്മോൾ ഗ്രൂപ്പ് എക്സസൈസസ് കൺട്രോൾ ഫോർ കറപ്റ്റ് ആൻഡ് സെൽഫിഷ് പർപ്പസസ്. അതായത് ഒരു ഗവൺമെന്റിൽ തന്നെ ഒരു വിഭാഗം, ഒരു സ്മോൾ ഗ്രൂപ്പ്, അവർ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നു. അത് അവരുടേതായിട്ടുള്ള സെൽഫിഷ് പർപ്പസുകൾക്കാവാം, അല്ലെങ്കിൽ കറപ്ഷൻ എന്ന രീതിയിലാകാം.
ഓക്കെ, അതിനെയാണ് ആ ഒരു സിസ്റ്റത്തെയാണ് ഒലിഗാർക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെലക്ട് ദ ഓപ്ഷൻ വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ഫ്യൂച്ചർ ടെൻസ്. ഈ തന്നിരിക്കുന്നതിൽ ഫ്യൂച്ചർ ടെൻസ്, അതായത് വേർബ് അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ഫോമിൽ കറക്റ്റായി യൂസ് ചെയ്തിരിക്കുന്നത് ഏത് സെന്റൻസിലാണ്? ഇപ്പൊ എല്ലാ സെന്റൻസ് നോക്കുമ്പോഴും അതിന്റെ തുടക്കം ബൈ നെക്സ്റ്റ് ഡിസംബർ എന്നുള്ള ഫ്രേസിലാണ് അല്ലെ. ഇനിയിപ്പോ വേർബിന്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി. ബൈ നെക്സ്റ്റ് ഡിസംബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വരാനിരിക്കുന്ന ഡിസംബറിനുള്ളിൽ. അപ്പോൾ ഒരു ഫ്യൂച്ചർ ടൈം, ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ ഉപയോഗിക്കണം, ഇതിലേത് ഓപ്ഷനിലാണ് കറക്റ്റായി ഫ്യൂച്ചർ ടെൻസ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വേണം നിങ്ങൾ കണ്ടെത്താൻ. ഫസ്റ്റ് വൺ നോക്കാം. ബൈ നെക്സ്റ്റ് ഡിസംബർ ഐ വിൽ ബി കംപ്ലീറ്റഡ് 6 years ഇൻ ദിസ് ഹോം. അവിടെ വിൽ ബി കംപ്ലീറ്റഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൽ ബി കംപ്ലീറ്റഡ് എന്നുള്ളതിൽ ഒരു വേർഡ് മിസ്സിംഗ് ആണ്. ഇപ്പം ഇവിടെ ഫ്യൂച്ചർ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആ വരാനിരിക്കുന്ന ഡിസംബറിനുള്ളിൽ ഈ വീട്ടിൽ ഞാൻ താമസിച്ചു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ജീവിച്ചു തുടങ്ങിയിട്ട് 6 വർഷം പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ, ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത്, ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട്, ഇപ്പൊ ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു താമസിച്ചു തുടങ്ങിയിട്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ അതിനെ ഏത് ടെൻസിൽ പറയണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അപ്പൊ അവിടെ വിൽ ബി കംപ്ലീറ്റഡ് എന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിലുള്ള ഫോർമാറ്റ് അനുസരിച്ച് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഐ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്നതാണ്. ബാക്കി ഭാഗം ഞാൻ പറയുന്നില്ല, കാര്യം എല്ലാം ഒന്ന് തന്നെയാണ്. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്, ഇവിടെ ബീൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഫോം ആക്റ്റീവ് വോയിസിൽ ഈ ബീൻ കംപ്ലീറ്റഡ് എന്ന് വരാൻ പാടില്ല. ബീൻ എന്നുള്ള വേർഡ് അവിടെ തെറ്റാണ്. ബൈ നെക്സ്റ്റ് ഡിസംബർ ഐ വിൽ ഹാവ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്നുള്ള വേർബിനെ അതിന്റെ V3 ഫോമിൽ അല്ല കൊടുത്തിരിക്കുന്നത്. സോ ഈ ഓപ്ഷനിലും വേർബ് ഇൻകറക്റ്റ് ആണ്. ഫോർത്ത് ഓപ്ഷൻ ബൈ നെക്സ്റ്റ് ഡിസംബർ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് 6 years ഇൻ ദിസ്. അതായത് വരുന്ന ഡിസംബർ ആവുമ്പോൾ, വരുന്ന ഡിസംബറിനുള്ളിൽ എന്താവും? ഈ വീട്ടിൽ ഞാൻ 6 വർഷം പൂർത്തീകരിച്ചിരിക്കും എന്നാണ്. സോ ഫോർത്ത് ഓപ്ഷനിൽ വിൽ ഓക്സിലിയറി, ഹാവ് എന്നുള്ള വേർബിന്റെ ഭാഗം, കംപ്ലീറ്റഡ് എന്നുള്ള മെയിൻ വേർബിന്റെ V3 ഫോം എല്ലാം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കറക്റ്റ് ഫോർമാറ്റിലാണ് ഉള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 4 ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, select the most appropriate antonym of the underlined word in the following sentence. The teammates made several jibs at the opponent team members during the interview. ഇതില് ജിബ്സ് എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ടു ചാലഞ്ച് ഇൻ എ റിഡിക്യൂളിംഗ്, ഇൻസൾട്ടിങ് ആൻഡ് ടോണ്ടിങ് മാനർ. അതായത് ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളിനെ ചലഞ്ച് ചെയ്യുക. ചലഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, റിഡിക്യൂൾ ചെയ്തുകൊണ്ട്. റിഡിക്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നമ്മൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിക്കുക എന്ന അർത്ഥമുണ്ട്. ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ. ടോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്, ഈ റിഡിക്യൂൾ എന്നുള്ള അതേ സെൻസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആന്റോണിം ചൂസ് ചെയ്യാം. ഓപ്ഷൻ നമ്പർ 1 ഇൻസ്പിറേഷൻ ആണ്. ഓപ്ഷൻ 2 കോൺട്രഡിക്റ്റ് എന്നതാണ്. ഓപ്ഷൻ 3 കൺസോലേഷൻ എന്നതാണ്. ഓപ്ഷൻ 4 മോക്കറി എന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിലെ ഓപ്ഷൻ നമ്പർ 1 ഇൻസ്പയർ ചെയ്യുക എന്നതല്ലേ. ഓപ്ഷൻ 2 കോൺട്രഡിക്റ്റ് ചെയ്യുക എന്നതാണ്.
ഓപ്ഷൻ 3 കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി എന്ന ലെവലിലാണ്. ഓപ്ഷൻ 3 കൺസോൾ, അതായത് ആശ്വസിപ്പിക്കുക എന്ന ലെവലിലാണ്. ഓപ്ഷൻ 4 മോക്കറി എന്ന ലെവലിലാണ്. ഇതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ആണ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സെൻസ് ആണെന്ന് അറിയാമല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഇതിലെ ജിപ്സ് എന്നുള്ള വേർഡിന്റെ മീനിങ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ചലഞ്ച് ചെയ്യലാണെന്ന് പറഞ്ഞു, റിഡിക്യൂൾ ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ വളരെ എന്താ പറയുക മോശമായ രീതിയിൽ ഒരാളിനെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സെൻസ് അല്ലേ വരേണ്ടത്. അവിടെ ഇൻസ്പയർ ചെയ്യുക എന്നത് ഓക്കെ ആവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചലഞ്ച് ചെയ്യുമ്പോൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസൾട്ടിങ് ആയിട്ട് ചെയ്യുക എന്നതല്ലേ ജിപ്സ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഇൻസ്പിറേഷനെ ഓപ്പോസിറ്റ് സെൻസിൽ കൊണ്ടുവരാൻ പറ്റില്ല. കോൺട്രഡിക്റ്റ് എന്നതും ഓക്കെ അല്ല. മോക്കറി എന്ന് പറയുമ്പോൾ ഇതിന്റെ സിനോണിമസ് കണക്ഷൻ ആണ് വരുന്നത്. അതായത് മോക്ക് ചെയ്യുക, പരിഹസിക്കുക, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുക, അതൊക്കെയാണ്. അപ്പൊ ഇതിലെ ഓപ്ഷൻ നമ്പർ 3 കൺസോലേഷൻ എന്നതല്ലേ ഇതിന്റെ ആന്റോണിം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഓപ്ഷൻ നമ്പർ 3 ഒന്ന് നോക്കിയേ. കൺസോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ആശ്വസിപ്പിക്കലാണ്, ഇൻസൾട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് റിഡിക്യൂൾ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആന്റോണിം ആയിട്ട് കൺസോലേഷൻ എന്നത് നമ്മൾ എടുത്തത്. നെക്സ്റ്റ്, select the most appropriate antonym of the underlined word in the given sentence. Her behavior was so ostentatious that it attracted the attention of everyone in the room. ഇവിടെ ostentatious എന്നത് obviously seeking attention or admiration by elaborate expressions and actions. ആ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് നമ്മൾ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്മിറേഷൻ കിട്ടാൻ വേണ്ടി ഒബ്വിയസ് ആയിട്ട് ഇൻറ്റൻഷനൽ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക. അതിപ്പം ആക്ഷൻസിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആവാം, അല്ലെങ്കിൽ സംസാരിക്കുന്നതിലൂടെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ കൂടിയും ആവാം. അതിൻ്റെ ഓപ്പോസിറ്റ് സെൻസ് വേണം വരാനായിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ ജെന്റിൽ എന്നതാണ്, സെക്കൻഡ് റെസ്ട്രെയിൻഡ് എന്നതാണ്, തേർഡ് റിപ്പൾസീവ്. റിപ്പൾസീവ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ഗസ്റ്റിംഗ് ബിഹേവിയർ, ഡിസ്റ്റേസ്റ്റ്ഫുൾ ബിഹേവിയർ, ഓഫുൾ, ഈവിൾ, ഹൊറിബിൾ, ഷോക്കിംഗ് നേച്ചർ, അതൊക്കെയാണ് ആ വേർഡിന്റെ മീനിങ്സ് ആയിട്ട് പറയാവുന്നത്. ഫോർത്ത് ഓപ്ഷൻ അട്രാക്റ്റീവ്. നമുക്ക് ഓസ്റ്റന്റേഷ്യസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് സെൻസ് ആണ് വേണ്ടത് അല്ലെ, ആന്റോണിം ആണ് വേണ്ടത്. അപ്പോ ആന്റോണിം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓസ്റ്റന്റേഷ്യസ് എന്നുള്ളത് ഒരു തരം ആറ്റിറ്റ്യൂഡാണത് അല്ലെ. അതായത് നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടും കുറച്ച് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടും അഡ്മിറേഷൻ സീക്കിംഗ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന സംസാരം അല്ലെങ്കിൽ പ്രവൃത്തി, അതൊക്കെയാണ് എക്സ്പ്രഷൻസ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ റെസ്ട്രെയിൻഡ് എന്നതല്ലേ നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷനായി തോന്നിയത്? റെസ്ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ ആയിട്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസോ ആക്ഷൻസോ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് എന്തിനെങ്കിലും ക്യാച്ച് ചെയ്യണം, അട്രാക്ട് ചെയ്യണം എന്ന സെൻസോട് കൂടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ റെസ്ട്രെയിൻഡ് ആണ്, റിസർവ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് റെസ്ട്രെയിൻഡ് എന്നുള്ള വേർഡ് ഓസ്റ്റന്റേഷ്യസ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സെൻസിലേക്ക് എടുക്കാൻ കാര്യം. ഇനി ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡിസിപ്പേറ്റ്. ഡിസിപ്പേറ്റ് മീൻസ് ടു ഗ്രാജുവലി ഡിസപ്പിയർ. അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു പതുക്കെ പതുക്കെ ഇല്ലാതെയാവുക, ഗ്രാജുവലി ഡിസപ്പിയർ ചെയ്യുക. ഫെയ്ഡ് അവേ, യൂസിങ് മണി, ടൈം ഓർ അതർ റിസോഴ്സസ് ഇൻ എ ഫൂളിഷ് ആൻഡ് എക്സ്ട്രവഗന്റ് വേ. പൈസ അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ എനർജി, ഇതിനെയൊക്കെ
ഫൂളിഷ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാവഗന്റ് ആയിട്ട് ഉപയോഗിക്കുക, ലാവിഷ് ആയിട്ട് വിനിയോഗിക്കുക. ഇനി അതിൻ്റെ സിനോണിം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഓപ്ഷൻ നമ്പർ 1 മെലീഷ്യസ്. മെലീഷ്യസ് എന്നുള്ള വേർഡ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മീനിങ് ഈവിൾ, ക്രുവൽ, ഹേറ്റ്ഫുൾ, എക്സെട്ര. ഓപ്ഷൻ 2 ഹേസ്റ്റ്. ഹേസ്റ്റ് മീൻസ് ക്വിക്നെസ്, റാപ്പിഡിറ്റി, സ്പീഡിനെസ്. ഒരു കാര്യം വളരെ വേഗത്തിൽ, റാപ്പിഡായിട്ട്, സ്പീഡായിട്ട് ഒക്കെ ചെയ്യുക. ആ ഒരു മാനറാണ് അവിടെ ഹേസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വേർഡും മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് ഗ്ലോറിയസ്. 4 സ്പെൻഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ഡിസിപ്പേറ്റ് എന്നുള്ളതാണ്. അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന മീനിങ്സിൽ ഒരു മീനിങ് എന്താ? മണി, ടൈം അല്ലെങ്കിൽ അതർ റിസോഴ്സസിനെ വളരെ എക്സ്ട്രാവഗന്റ് ആയിട്ട് അല്ലെങ്കിൽ ലാവിഷ് ആയിട്ട് വിനിയോഗിക്കുക. ആ ഒരർത്ഥത്തിൽ ഏതാണ് ഇതിന്റെ സിനോണിം ആയിട്ട് എടുക്കാൻ പറ്റുക? ഓപ്ഷൻ നമ്പർ 4 അല്ലേ? ഓപ്ഷൻ നമ്പർ 4 സ്പെൻഡ്. അവിടെ സ്പെൻഡ് എന്നതിനേക്കാൾ അതിന്റെ കണക്ഷൻ മിസ്പെൻഡ് എന്നുള്ളതാണ്. അതായത് എന്തിനേയും ചെലവഴിക്കുന്നത് ഒരു വല്ലാത്ത രീതിയിൽ ചെലവഴിക്കലാണ്. അതായത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ്ട്രാവഗന്റ് ആയിട്ട് കൂടുതൽ ലാവിഷ് ആയിട്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ അവിടെ സ്പെൻഡ് എന്നുള്ള കണക്ഷനും അതിനോട് കൂടി മിസ്പെൻഡ് എന്നുള്ള രീതിയിലും അത് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ സിനോണിം ഐഡന്റിഫൈ ചെയ്തത്. ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിലോ അല്ലെങ്കിൽ വേർഡ് മീനിങ്സിലോ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ. അതിനനുസരിച്ച് നമ്മളത് റിപ്ലൈ ചെയ്യും. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വരാന്ത റൈസ് ഓർഗനൈസ് ചെയ്യുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാം, ഗവൺമെൻറ് ജോബ് ലക്ഷ്യമാക്കുന്ന, ഗവൺമെൻറ് ജോബിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുന്ന, ഗവൺമെൻറ് ജോബിലേക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇനി ലക്ഷ്യം വെക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം. അതിൻ്റെ ഡേറ്റ് 14th ജൂൺ ആണ്, സാറ്റർഡേ, നാളെയാണ്. സമയം നോട്ട് ചെയ്തോളൂ, 10 മണി to 12 മണിയാണ്. കൊച്ചി പാലാരിവട്ടം ജംഗ്ഷനിലുള്ള നമ്മുടെ ക്യാമ്പസ് തന്നെയാണ് ഇതിൻ്റെ വെന്യൂ. നിങ്ങൾക്ക് എൻട്രി ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആകും. നിങ്ങൾക്ക് രജിസ്ട്രേഷനും മറ്റ് അന്വേഷണങ്ങൾക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യാം. 7994574900. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആവട്ടെ. ഇനി അടുത്ത ലൈവ് സെഷനിൽ മറ്റൊരു ഷിഫ്റ്റിലെ അല്ലെങ്കിൽ കുറച്ച് ഷിഫ്റ്റ്സിലെ ക്വസ്റ്റ്യൻസ് ചേർത്ത് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.